എന്നെ ഈ ടെക്നിക്ക് ഞാൻ +2 പഠിക്കുമ്പോൾ എൻ്റെ വൈസ് പ്രിൻസിപ്പൽ പഠിപ്പിച്ച ടെക്നിക്കാണ്. അദ്ദേഹം ഒരു 200 രൂപേൻ്റെ ബുക്ക് വാങ്ങിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഓരോ വിഷയത്തെപ്പറ്റി പറയാതെ ഇടതുവശത്ത് എഴുതണം. ഞാൻ അലക്സ് എഴുതി തന്നെ വലതുവശത്ത് എഴുതി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 1972 ഓഗസ്റ്റ് 15 അച്ഛൻ എന്നോട് പറഞ്ഞു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുതി ഞാൻ തുടങ്ങി ഇന്ത്യ വൺ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ഓൺ ഓഗസ്റ്റ് 15, 1947. അച്ഛൻ ആ സെൻറ്റൻസ് വലതുവശത്തോട്ട് മാറ്റി എഴുതി, 2.5 decades of past since star of independence dawned on the horizon of Indian history. ഞാൻ എഴുതും അച്ഛൻ എഴുതും ഒരേ കാര്യമാണ്. എനിക്ക് 45 മാർക്ക് കിട്ടത്തുള്ളൂ, അച്ഛൻ 75 മാർക്ക് കിട്ടും. കാരണം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നതും സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗ്യധാരകം ഇന്ത്യയുടെ ചരിത്രത്തിന് ചക്രവാളത്തിൽ ഉദിച്ചുയർന്നിട്ട് 2.5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു എന്ന് പറയുന്നത് രണ്ടാണ്. മാറ്റർ ഒന്നാണ്, എക്സ്പ്രഷൻ രണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 20 ഓപ്പണിംഗ് സെൻറ്റൻസ് എഴുതി കാണാൻ പഠിച്ച് വെക്കണം. സാർ അങ്ങോട്ട് ആൻസർ വാല്യൂ ചെയ്യാനായിട്ട് തുടങ്ങും. ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുമ്പോഴേ ബോംബ് പൊട്ടുന്നുള്ളൊരു സെൻറ്റൻസ്. സാർ അമ്പരുന്നു, അമ്പടെ വീരാ, ഇത് എന്തൊരു കുട്ടിയുടെ +2 പഠിക്കുന്ന കുട്ടിക്ക് ഇത്രയും അത്ഭുതകരമായി എഴുതാൻ പറ്റുമോ? സാർ അങ്ങ് അമ്പരന്ന് പോകും.